നമ്മൾ റിപ്പോർട്ടിന്റെ മറ്റൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് പോയാൽ താനൂരിലേക്കാണ്. അവിടെ മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ വീണ്ടും മത്സരിച്ചേക്കും. ഇന്ന് ചേർന്ന CPM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് തീരുമാനം. അബ്ദുറഹ്മാന്റെ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പാർട്ടി ചിഹ്നം ഒഴിവാക്കി സ്വതന്ത്രനായി മത്സരിപ്പിക്കാനാണ് ആലോചന. നിലമ്പൂർ, വേങ്ങര, കൊണ്ടോട്ടി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലും സ്വതന്ത്രരെ പരീക്ഷിക്കാൻ തന്നെയാണ് നീക്കം നടക്കുന്നത്. സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സോണൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി വി അബ്ദുറഹ്മാൻ വീണ്ടും സ്വതന്ത്രനായ കളത്തിലിറങ്ങാൻ പോവുകയാണ്. അദ്ദേഹത്തിന് വലിയ ജനസ്വാധീനമുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റു മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിലമ്പൂരായാലും വേങ്ങരയായാലും കൊണ്ടോട്ടിയിലായാലും അവിടെ സ്വതന്ത്രരെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ആരൊക്കെയായിരിക്കും സാധ്യതയിലുള്ളത്? പ്രധാനമായി വിനീത, താനൂരിനെ സംബന്ധിച്ച് കഴിഞ്ഞ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വി അബ്ദുറഹ്മാന്റെ പേര് മാത്രമാണ് ഉയർന്നത്. മറ്റൊരു പേരും ആ താനൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനകീയനായ നേതാവാണ്. താനൂരിൽ മറ്റൊരാളും മത്സരിക്കേണ്ടതില്ല. സ്വതന്ത്രനായി വി അബ്ദുറഹ്മാൻ തന്നെ മത്സരിക്കണം. മന്ത്രി കൂടിയായിട്ടുള്ള അദ്ദേഹം തന്നെ മത്സരിക്കണം എന്നുള്ളൊരു ആവശ്യം ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 2 ടേമുകളായിട്ട് മന്ത്രി തന്നെയാണ് ഈ മണ്ഡലത്തിൽ, താനൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചു വരുന്നത്. ലീഗിന്റെ കോട്ടയായിരുന്നൊരു മണ്ഡലം വീണ്ടും CPM പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തിയത് വി അബ്ദുറഹ്മാൻ താനൂരിലെത്തിയതിന് പിന്നാലെയാണ്. അത് തുടരാൻ വേണ്ടിയുള്ള ഒരു നീക്കം തന്നെയാണ് LDF-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കരുത്തുറ്റൊരു പോരാട്ടം താനൂരിനെ സംബന്ധിച്ചുണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല. കാരണം UDF-ന്റെ ഭാഗത്ത് നിന്ന് PK നവാസ് ഉൾപ്പെടെയുള്ള ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. അതിന് ബദലായി തന്നെയാണ് ഇപ്പോൾ വി അബ്ദുറഹ്മാനെ കൂടി താനൂരിൽ ഇറക്കുന്നത്. മറ്റ് മണ്ഡലങ്ങളിലും CPM-ന്, അതായത് UDF-ന്റെ കോട്ടകളായിട്ടുള്ള മറ്റു മണ്ഡലങ്ങളിലും LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ട് കളം പിടിക്കാനാണ് LDF-ന്റെ ഒരു നീക്കം നടക്കുന്നത്. ശരി, സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.